നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ഫ്രോങ്സ്. ജിംനിക്കൊപ്പം വിപണിയിലെത്തിയ ക്രോസ് ഓവറിൻ്റെ ഡെൽറ്റ പ്ലസ് അതായത് ഒ വേരിയൻ്റ് ഇപ്പോൾ നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഡെൽറ്റ പ്ലസ് സീറ്റ വേരിയൻറ്റുകൾക്ക് ഇടയിലുള്ള അന്തരം കുറയ്ക്കുന്ന ഒരു പുതിയ മിഡ് സ്പെക് വേരിയൻ്റാണ് ഇത്. പുതിയ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമേ ലഭ്യമാകൂ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് അതായത് ഒ വേരിയൻറ്റിൻ്റെ മാനുവൽ പതിപ്പിന് 8,93,000 രൂപയാണ് എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത്. 9,43,000 രൂപയാണ് ഫ്രോങ്സിൻ്റെ AMT പതിപ്പിൻ്റെ എക്സ് ഷോറൂം വില. ഫ്രോങ്സിൻ്റെ സാധാരണ ഡെൽറ്റ പ്ലസ് മാനുവൽ അതുപോലെ തന്നെ AMT വേരിയൻറ്റുകളേക്കാൾ ഈ ഒരു പുതിയ മോഡലിന് 15,000 രൂപ കൂടുതലാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ എക്സ്ട്രാ 15,000 രൂപയ്ക്ക് ഉപയോക്താക്കൾക്ക് 6 എയർ ബാഗുകളും ടയർ റിപ്പയർ കിറ്റും കമ്പനി നൽകുന്നുണ്ട്. ഇതുകൂടാതെ ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് ഒയുടെ വേരിയൻ്റ് സാധാരണ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൻ്റെ എല്ലാ സവിശേഷതകളും യാതൊരു മാറ്റവുമില്ലാതെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ സപ്പോർട്ട് ചെയ്യുന്ന 7.0 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMകൾ, കീലെസ് എൻട്രി, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ, ESC, റിയർ പാർക്കിംഗ് സെൻസറുകൾ എന്നിവയും മറ്റും ഇതിൽ വരുന്ന ഫീച്ചറുകളിൽ ഉൾപ്പെടുന്നതാണ്. വിപണിയിൽ മാരുതി സുസുക്കി ഫ്രോങ്സ് 2 പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. 88.7 bhp കരുത്തും 113 Nm പീക്ക് ടോർക്കും സൃഷ്ടിക്കുന്ന 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇവയിലൊന്ന്. ഈ എഞ്ചിൻ ഓപ്ഷൻ 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് എന്നിവയുമായി ലഭ്യമാണ്. പുതുതായി അവതരിപ്പിച്ച ഡെൽറ്റ പ്ലസ് ഒ വേരിയൻറ്റിനൊപ്പം കമ്പനി വാഗ്ദാനം ചെയ്യുന്ന എഞ്ചിനാണ് ഇത്. കൂടാതെ മാരുതി 1.0 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജർ ബൂസ്റ്റർ ജെറ്റ് പെട്രോൾ എഞ്ചിനും ഇതിൽ വരുന്നുണ്ട്. മുൻപ് ബലേനോ RS മോഡലിൽ നൽകിയിരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇത്. എഞ്ചിൻ ഇപ്പോൾ BS6 കംപ്ലൈൻറ്റ് ആണ്. കൂടാതെ 98 bhp മാക്സ് പവറും 148 Nm പീക്ക് ടോർക്കും എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ യൂണിറ്റ് 5 സ്പീഡ് മാനുവൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഓട്ടോ എക്സ്പോയിലാണ് മാരുതി സുസുക്കി ബലേനോ അധിഷ്ഠിത ഫ്രോങ്സിനെ രാജ്യത്ത് അവതരിപ്പിച്ചത്. ഫ്രോങ്സിൻ്റെ ക്രോസ് ഓവർ ഡിസൈൻ ശൈലി ഒട്ടനവധി ഉപഭോക്താക്കളെ ആകർഷിച്ച ഒന്നാണ് എന്ന് നിസ്സംശയം പറയേണ്ടതുണ്ട്. വാസ്തവത്തിൽ നെക്സ ഡീലർഷിപ്പുകൾ വഴി മാരുതി രാജ്യത്ത് വിൽക്കുന്ന ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന SUV കൂടിയാണ് ഇത്. ലോഞ്ച് ചെയ്തത് മുതൽ നെക്സ ഡീലർഷിപ്പുകളിൽ നിന്ന് ഏകദേശം 1,35,000 ഫ്രോങ്സ് യൂണിറ്റുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത 10 മാസത്തിനുള്ളിൽ ഈ നേട്ടം കൈവരിച്ചുകൊണ്ട് ആഭ്യന്തര വിപണിയിൽ ഏറ്റവും വേഗത്തിൽ 1,00,000 യൂണിറ്റ് വിൽപ്പന നേടിയ ഇന്ത്യൻ മോഡൽ എന്ന റെക്കോർഡാണ് ഫ്രോങ്സിന് നിലവിലുള്ളത്. എന്തായാലും ഫ്രോങ്സിന് പുതിയ പതിപ്പ് തേടിയും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഷോറൂമുകളിലാണ് പുതിയ പതിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇവർ നടത്തുന്നത്. എന്തായാലും മാരുതിയെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം തന്നെയാണ് ഫ്രോങ്സ് എന്ന കാർ.